നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്. ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു പ്രശ്നം. സർക്കാരിൻ്റെ ഇന്നലത്തെ ചർച്ചയിലെ ഉറപ്പിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്ത് വന്നിരുന്നു. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഇന്നലെ ഉണ്ടായത്. 18 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 39 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അതായത് ഇനിയും 18 മാസം കഴിഞ്ഞാലും വീണ്ടും ഒരു 19 മാസത്തെ കുടിശ്ശിക കൂടി 22 മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് ഡോക്ടർമാർ കിട്ടാൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിയമപരമായ തീരുമാനങ്ങൾ അനുസരിച്ച് നൽകുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരെ അറിയിച്ചിരിക്കുന്നത്, ആരോഗ്യമന്ത്രി അടക്കം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമരം പിൻവലിച്ചിട്ടില്ല, ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. സാരംഗ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെഡിക്കൽ കോളേജുകളിൽ പല പ്രവർത്തനങ്ങളും സംഭരണത്തിലായിരുന്നു. ഓപ്പറേഷനുകളൊക്കെ മാറ്റിവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ കാര്യങ്ങൾ പഴയപടിയാകുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം നടന്ന ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി നടന്ന ചർച്ചയുടെ ഭാഗമായാണ് ഇന്നു മുതൽ സമരം മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടർമാർ വീണ്ടും സർവീസുകളിലേക്ക് കയറുന്നത്. എല്ലാ സമര നടപടികളും അവസാനിപ്പിച്ചു, അതായത് ഒരാഴ്ചത്തേക്ക് അവസാനിപ്പിച്ചു എന്നാണ് KGMCയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം. അതായത് OP ബഹിഷ്കരണമായിക്കോട്ടെ, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു കഴിഞ്ഞ 13 ദിവസവും. പിന്നീട് ശസ്ത്രക്രിയകൾ 18 ദിവസവും നടന്നിരുന്നു. അത് ഇന്നു മുതൽ വീണ്ടും പുനരാരംഭിക്കും. അതായത് ഡോക്ടർമാർ ഒരാഴ്ചത്തേക്ക് ഈ ഒരു സമരം പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. അതായത് 18 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, രേഖാമൂലമുള്ള ഉറപ്പ്. അതിനുശേഷമുള്ളത് 39 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ള നിയമ നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ തസ്തികകൾ വർദ്ധിപ്പിക്കാനുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് മുൻപ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഉറപ്പ് ലഭിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ആശുപത്രികളുടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സമര നടപടികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിന്നോട്ട് പോക്കുണ്ടായാൽ വീണ്ടും ഇതേപോലെ തന്നെ സമരം തുടരാൻ തന്നെയാണ് KGMCയുടെ നിലപാട്. എന്ന് തന്നെയാലും ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ഈ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണല്ലോ സാരംഗ് തർക്കം ഉണ്ടായിരുന്നത്. സമരത്തിലുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ മുമ്പോട്ട് പോയിരുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതേ ഉള്ളൂ, സമരം അവസാനിപ്പിക്കുന്നില്ല. ഇതിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ പറഞ്ഞ 18 മാസത്തേത് കൃത്യമായി അവർക്ക് ലഭ്യമായില്ല എങ്കിൽ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകും ആരോഗ്യ മേഖല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിനു മുൻപ് പലതവണ ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം അലസിപ്പിരിക്കുകയായിരുന്നു. മാത്രമല്ല, അത് നവംബർ മുതൽ ആരംഭിച്ച സമരമാണ്. അതായത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നവംബർ മുതൽ ഡോക്ടർമാർ സമരത്തിലാണ്. അപ്പോൾ ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പലതവണ ചർച്ച നടന്നെങ്കിലും അതിലൊന്നും തീരുമാനമാകാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 18 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭ്യമാവും എന്നൊരു ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുശേഷവും അതിൽ ഈ ഒരു ഒരാഴ്ചക്കിടയിലും കൃത്യമായ ഒരു നിലപാട് എടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ലഭ്യമായില്ല എങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തന്നെ കടക്കാനാണ് KGMCയുടെ തീരുമാനം. പക്ഷേ സർക്കാർ രേഖാമൂലമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു 18 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭ്യമാകുമെന്ന് തന്നെയാണ് KGMCയുടെ ഭാരവാഹികൾ അറിയിക്കുന്നത്. അത് തന്നെയാലും അല്ല എങ്കിൽ, ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതിലൊരു തീരുമാനമായില്ല എങ്കിൽ വീണ്ടും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. കടുത്ത നടപടിയിലേക്ക് കടക്കാനായിരുന്നു അവരുടെ തീരുമാനം. കാരണം അധിക ചുമതല അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും രാജിവെക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ കടക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചർച്ച നടന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഈ ഒരു മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അടക്കം താളം തെറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്. ധനവകുപ്പായിരുന്നു ഈ ഒരു ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് തടസ്സം നിന്നത്. കാരണം വലിയ തുകയാണ് ഈ ഒരു 3 മാസത്തെ ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് തന്നെ അനുവദിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ധനവകുപ്പ് അറിയിച്ചിരുന്നു. പക്ഷെ 18 മാസത്തിന് നൽകുന്നതിൽ തടസ്സമില്ല എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് വന്നത്. അതോടുകൂടിയാണ് ഇതിലൊരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള, ഒരാഴ്ചത്തേക്ക് പിന്നോട്ട് പോകാനുള്ള തീരുമാനം KGMCയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.